Welcome to my channel Study with me PCMB. ഇന്നത്തെ ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഈ ടോപ്പിക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതൊരു ഡെറിവേഷനാണ്, ഒരു കുഞ്ഞു ഡെറിവേഷനാണ്. പിന്നെ സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു ചാർജ് അല്ല കുറേ ചാർജ് കാണും. സിസ്റ്റം ഓഫ് ചാർജസ് കൺസിസ്റ്റ് ഓഫ് മെനി ചാർജസ്. ഇത് ഒരു ഡയഗ്രാമാണ്. ഈ ഡയഗ്രാമിൽ എനിക്കൊരു പോയിൻ്റ് ഉണ്ട്. പോയിൻറ്റിന് ഇട്ടിരിക്കുന്ന പേരാണ് പി. ഈ പിയുടെ അടുത്ത് തന്നെ 3 ചാർജസ് ഉണ്ട്, Q1, Q2 പിന്നെ Q3. ഈ പിയിൽ നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസാണ് R1, Q2ലേക്കുള്ള R2, Q3ലേക്കുള്ള R3. പിന്നെ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിയിൽ വരുന്ന നെറ്റ് പൊട്ടൻഷ്യലാണ്. ഈ 3 ചാർജസ് ഉള്ളതുകൊണ്ട് പിക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. ആ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ജനറൽ ഇക്വേഷനാണ്. വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിനോട്ട് ചെയ്യുന്നതാണ്. V = 1/4πε × Q/R. Q എന്ന് പറയുന്നത് ചാർജാണ്, R ഡിസ്റ്റൻസാണ്. അപ്പോൾ ഈ വി നെറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ എല്ലാ ചാർജിനും പിക്ക് ഒരു പൊട്ടൻഷ്യൽ കാണും. അപ്പോൾ ആദ്യത്തെ ചാർജിൽ നിന്നുള്ള പൊട്ടൻഷ്യൽ, രണ്ടാമത്തെ ചാർജിൽ നിന്നുള്ള പൊട്ടൻഷ്യൽ, മൂന്നാമത്തെ ചാർജിൽ നിന്നുള്ള പൊട്ടൻഷ്യൽ ആഡ് ചെയ്യണം. ഓൾജിബ്രിക് സമ്മാണ് ഈ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ നടക്കുന്നത്, ഈ ഒരു ഇൻഡിവിജ്വൽ ചാർജസിൻ്റെ. അപ്പോൾ Q1 + Q2 + Q3 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫോർമുല വെച്ച് മൂന്നെണ്ണത്തിന് എഴുതാം. 1/4πε × Q1. ഇവിടുത്തെ ചാർജ് Q1 ആയതുകൊണ്ട് V1ൻ്റെ കേസാണ് ഈ പറയുന്നത്. R1 + 1/4πε × Q2/R2 + 1/4πε × Q3/R3. അപ്പോൾ ഇതിൽ 3 കേസിലും 1/4πε സെയിം ആണ്. അപ്പോൾ അത് കോമൺ ആയി പുറത്തെടുക്കാം. എന്നിട്ട് നമുക്ക് എഴുതുമ്പോൾ V net = 1/4πε × Q1/R1 + Q2/R2 + Q3/R3. ഇതാണ് ഇക്വേഷൻ. ഇപ്പോൾ എനിക്ക് ഈ ഫോമുല 3 ചാർജസാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ 3 വരെയുള്ള ഇക്വേഷനാണ് കിട്ടിയത്. കുറേ ചാർജസ് വരുമ്പോഴുള്ള ഇക്വേഷനാണിത്. നമുക്ക് Qn/Rn വരെ ഉള്ള ഫോമിൽ പോവാം. അതിന് ഏത് നമ്പർ വേണമെങ്കിലും ആകാം. ഇത്രയേ ഉള്ളൂ. ആദ്യം നമുക്കുള്ള ചാർജസ് നോക്കാം. പിന്നെ അതിന് നെറ്റ് കണ്ടുപിടിക്കാൻ അതിനകത്തുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് ഉള്ള പൊട്ടൻഷ്യൽ ആഡ് ചെയ്യുക. ആ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല ഇതിനകത്ത് അപ്ലൈ ചെയ്യുക. Qൻ്റെയും Rൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ എത്ര ചാർജസ് ആണുള്ളത് അത് എഴുതുക. അപ്പം ഈ ഡെറിവേഷൻ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.